ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സുഖത്തിൻ്റെ ഉറവിടം മനസ്സാണ്. പക്ഷേ എങ്ങനെയുള്ള മനസ്സിലാണ് സുഖമുണ്ടാവുക? ശുദ്ധമായ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവും. ചീത്ത ചിന്തകൾ, ദേഷ്യം, പക, അസൂയ, കാമം, ക്രോധം, ലോഭം. കാമം എന്നാൽ തനിക്കില്ലാത്തത് വേണമെന്ന തോന്നൽ. ക്രോധം എന്നാൽ ആ ആഗ്രഹത്തിന് വിരുദ്ധമായി വല്ലവരും പ്രവർത്തിച്ചാൽ അവരോട് തോന്നുന്ന വികാരമാണ് ക്രോധം. ലോഭം എന്നാൽ തനിക്ക് കിട്ടിയതെന്തോ അത് വിട്ടുകൊടുക്കാത്ത മനോഭാവം. കാമക്രോധ ലോഭങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും സുഖമുണ്ടാവുക. അതിനാൽ കാമക്രോധലോഭങ്ങൾ മർത്യനെ വിട്ടുവെങ്കിലോ ആനന്ദമന്തരംഗത്തിൽ സ്വയമേവ വളർന്നിടും. ഇതാണ് സന്തോഷത്തിൻ്റെ പരമരഹസ്യം. കാമവും ക്രോധവും ലോഭവും മനസ്സിൽ നിന്നും വിട്ടുപോയാൽ ആ മനസ്സ് ആനന്ദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരിക്കും. കാമക്രോധലോഭങ്ങൾ മർത്യനെ വിട്ടുവെങ്കിലോ, നരകത്തിലേക്ക് അല്ലെങ്കിൽ ദുഃഖത്തിലേക്കുള്ള 3 വാതിലുകളാണ് കാമം, ക്രോധം, ലോഭം. ഈ 3 വാതിലുകളും എപ്പോഴും തുറന്നാണിരിക്കുന്നത്. ആ വാതിലുകളെ നാം അടച്ചിടേണ്ടതായുണ്ട്. ഇവ മനസ്സിൽ നിന്നും പാടെ കളഞ്ഞാൽ ആ മനസ്സ് സുഖത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. അതാണ് കാമക്രോധലോഭങ്ങൾ മർത്യനെ വിട്ടുവെങ്കിലോ ആനന്ദമന്തരംഗത്തിൽ, നമ്മുടെ അകത്തെ ആനന്ദം സ്വയമേവ വളർന്നിടും. നമ്മുടെ അന്തരംഗത്തിൽ ആനന്ദം സ്വന്തമായി വളരുന്നതാണ്. അത് മറ്റൊരാളും കൊണ്ടുവരേണ്ടതോ ആർക്കും തരാൻ പറ്റുന്നതോ അല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. അതിനാൽ നാം വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇവിടെ ജീവിക്കാൻ. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നമുക്ക് സുഖം കിട്ടില്ലെന്ന് മാത്രമല്ല, ദുഃഖം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഈ ദുഃഖാവസ്ഥയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പരമപവിത്രമാക്കണം. അത് പലയിടത്തേക്കും ഓടിയലഞ്ഞാൽ ഒരിക്കലും നമുക്ക് സുഖം ലഭിക്കുകയില്ല. കലക്കവും ഇളക്കവുമില്ലാത്ത തടാകം പോലെ കാമക്രോധാദികളില്ലാത്ത കലക്കമില്ലാത്ത മനസ്സും ലോകത്തിലേക്ക് സുഖത്തിനായി ഓടിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥ മനസ്സിനില്ലാതെയായാൽ ഇളക്കവും നിൽക്കുന്നു. അങ്ങനെ കലക്കവും ഇളക്കവും ഇല്ലെങ്കിൽ ആ മനസ്സ് ഈശ്വരൻ്റെ വാസസ്ഥാനമാണ്. അത് ആനന്ദ സ്വരൂപമാണ്. ആനന്ദം അവിടെ സ്വയമേവ വിളങ്ങുന്നതാണ്. കാമക്രോധലോഭങ്ങൾ മർത്യനെ വിട്ടുവെങ്കിലോ ആനന്ദമന്തരംഗത്തിൽ സ്വയമേവ വളർന്നിടും.